അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വാലി. 16-ാമത്തെ ജുസിൻ്റെ 2-ാമത്തെ ഭാഗത്ത് നമുക്ക് വിശദീകരിക്കാനുള്ള സൂറ ത്വാഹയാണ്. തൊട്ടുമുമ്പുള്ള സൂറ മറിയമിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ കടന്നു പോകുന്ന അവരുടെ അവസ്ഥകളെ അഭിമുഖീകരിച്ചുകൊണ്ടായിരുന്നു സൂറ മറിയമിലും സൂറ ബനി ഇസ്രായിലൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് സൂറ ത്വാഹയിലും. പക്ഷേ സൂറ ത്വാഹയിൽ മൂസ അലൈഹിസ്സലാമിൻ്റെ ഖിസ്സ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ സൂറയുടെ ഏറ്റവും മുഖ്യമായ ഭാഗം അതാണ്. മൂസ അലൈഹിസ്സലാമിൻ്റെ ഖിസ്സ പറയാണ്. തൊട്ടു മുമ്പുള്ള സൂറയിൽ പല പ്രവാചകന്മാരെയും കുറിച്ച് പറഞ്ഞിരുന്നു സൂറ മറിയമിൽ. പക്ഷേ ഇവിടെ മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് മാത്രമാണ് ഒരു പ്രവാചകൻ്റെ ഖിസ്സ എന്നുള്ള രീതിയിൽ പറയുന്നത്. അതാണെങ്കിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. തുടക്കത്തിലും ഒടുക്കവുമൊക്കെ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് താങ്കൾ പ്രയാസപ്പെടാൻ വേണ്ടിയല്ല എന്നും ഈ ഖുർആൻ ആരിൽ നിന്ന് ഇറങ്ങിയതാണ്, അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഊന്നി പറയാണ്. ഇത് തദ്കിറത്തൻ ലിമൻ യഖ്ഷ, ഉത്ബോധനം ആണ്. ഭയപ്പെടുന്ന ആളുകൾക്ക്, അള്ളാഹുവിനെ ഭയമുള്ള ആളുകൾക്കുള്ള ഉത്ബോധനമാണ്. തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉല, ഇത് ആകാശഭൂമികളെ, ഉന്നതമായ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹുവാണ് ഇതിൻ്റെയൊക്കെ സൃഷ്ടാവ്. ഇതിനെ ഊന്നി പറയുന്നുണ്ട്. വളരെ മനോഹരമായ ആയത്തുകളാണ്. ത്വാഹ മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതഷ്ഖ, ഖുർആൻ അവതരിച്ചിട്ടില്ല താങ്കൾക്ക്, ലിതഷ്ഖ താങ്കൾ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്, ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ഷ ഭയപ്പെടുന്നവർക്ക് ഉത്ബോധനത്തിന് വേണ്ടി മാത്രമാണ്. തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉല, ഉന്നതമായ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ ഒക്കലിൽ നിന്നുള്ള അവതരണമാണ്. റഹ്മാൻ പരമകാരുണികൻ, അലൽ അർഷിസ്തവ അവൻ സിംഹാസനസ്ഥനായിരിക്കുന്നു. ലഹു മാഫിസ് സമാവാതി മാഫിൽ അർള്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും ഒക്കെ അവൻ്റെതാണ്. വമാ ബൈനഹുമ അതിനിടയിലുള്ളതും, വമാ തഹ്ത സറ സറ മണ്ണിന് ഭൂമിക്കടിയിലുള്ളതും എല്ലാം അവൻ്റെതാണ്. അങ്ങനത്തെ അള്ളാഹുവിൻ്റെതാണ്. ആ അള്ളാഹു ആണെങ്കിൽ രഹസ്യവും പരസ്യവും ഒക്കെ അറിയും. വൈൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമു സിർറ വഖഫ, ഉച്ചത്തിലാണെങ്കിലും രഹസ്യമാണെങ്കിലും നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഏറ്റവും ഗൂഢമായ, വഖഫ അതിനേക്കാൾ ഗൂഢമായതും എല്ലാം അറിയുന്ന അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലൗൽ അസ്മാഹുൽ ഹുസ്ന, എല്ലാ ഉത്തമ നാമങ്ങളും അവൻ്റെതാണ്. അങ്ങനത്തെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവതരിച്ചതാണ്. അതുകൊണ്ട് താങ്കൾ ബുദ്ധിമുട്ടണ്ട, താങ്കളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല, ഇത് ഉന്നതനായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിലും വിശ്വാസികളെ മൊത്തം ആശ്വസിപ്പിക്കുന്നുണ്ട്. ദീനിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള പ്രചോദനം അതിലുണ്ട്. അതേപോലെ തന്നെ ശത്രുക്കളായ ആളുകൾക്കുള്ള ഒരു ഇൻദാറും അവർക്കുള്ള ഒരു താക്കീതും നമുക്കതിൽ കാണാൻ കഴിയും. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അവസാനിപ്പിക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് താങ്കൾ ക്ഷമ കൈക്കൊള്ളണമെന്നും താങ്കൾ ധൃതി കൂട്ടണ്ട എന്നും അള്ളാഹുവിൻ്റെ തീരുമാനം വരും എന്നൊക്കെയുള്ള രീതിയിൽ ഇതേപോലെയുള്ള സമാശ്വാസ വാക്കുകൾ കൊണ്ടാണ് ഈ സൂറ അവസാനിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് മൂസ അലൈഹിസ്സലാമിൻ്റെ ഖിസ്സ വളരെ വിശദമായിട്ട് പറയുന്നത്. വഹലത്താക ഹദീസ് മൂസ, മൂസയുടെ ഹദീസ്, അദ്ദേഹത്തിൻ്റെ ഈ വർത്തമാനം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹിസ്സലാമിൻ്റെ ഖിസ്സയിലേക്ക് പോകുന്നത്. അദ്ദേഹം ഒരു തീ കണ്ടു. അദ്ദേഹം കുടുംബത്തെ നയിച്ച് വരികയായിരുന്നു, കുടുംബത്തോടൊപ്പം മദിയനിൽ നിന്ന് വരികയായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് തീയുടെ ആവശ്യമുണ്ടായപ്പോൾ, അദ്ദേഹത്തിന് വെളിച്ചത്തിൻ്റെ ആവശ്യമുണ്ടായപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് തീ കിട്ടി. അങ്ങനെ തീ കണ്ട ദിക്കിലേക്ക് അദ്ദേഹം പോയപ്പോൾ ഒരു പച്ച വൃക്ഷത്തിൽ നിന്നാണ് ആ പച്ച വൃക്ഷത്തിൽ നിന്നുള്ള തീ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം അടുത്തു പോയപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ വിളിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തെ വിളിക്കുമ്പോൾ പറയുന്നത് ഇന്നി അനാ റബ്ബുക എന്നാണ്. തീർച്ചയായിട്ടും ഞാൻ റബ്ബാണ്, നിൻ്റെ റബ്ബാണ്. അനാ റബ്ബുക, നിൻ്റെ ചെരുപ്പുകൾ അയച്ചു വെക്കുക, പരിശുദ്ധമായ തുവാ താഴ്വരയിലാണ് നീ ഉള്ളത്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വാൻ അഖ്താർത്തുക, അതുകൊണ്ട് എന്താണോ നിനക്ക് വഹി നൽകപ്പെടുന്നത് അത് തന്നെ നീ ശ്രദ്ധിച്ച് കേൾക്കുക. മൂസ അലൈഹിസ്സലാമിനോട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്ത് റസൂലിനും റസൂലിൻ്റെ കൂടെയുള്ള ആളുകൾക്കും വേണ്ട കാര്യങ്ങളാണ്.
മൂസ അലൈഹി സ്വലാമിനോട് ഇതേ കാര്യം അള്ളാഹു പറഞ്ഞതാണ്. ഞാൻ വഹിയായിട്ട് എന്താണോ നൽകുന്നത് അത് നീ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്നനി അനല്ല, നിശ്ചയം ഇന്നനി തീർച്ചയായിട്ടും ഞാൻ അനയാണ്, അള്ളയാണ്. ലാ ഇലാഹ ഇല്ല അന, അനയല്ലാത്ത ഇലാഹില്ല. അതുകൊണ്ട് ഫഅ്ബുദൂനി വഖിമി സ്വലാത്ത ലിദിക്രി, എൻ്റെ ദിക്ർ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം. അതുപോലെ അന്ത്യനാളിൻ്റെ കാര്യങ്ങൾ പറയുന്നു. വലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹ, അന്ത്യസമയത്തിൽ വിശ്വസിക്കാതിരിക്കുകയും ഹവയെ തന്നിഷ്ടത്തെ പിൻപറ്റുകയും ചെയ്ത ആളുകൾ നിന്നെ തടയാതിരിക്കട്ടെ എന്നൊക്കെ അള്ളാഹു മൂസ അലൈഹി സ്വലാമിനോട് പറയുന്നു. എന്നിട്ട് മൂസയോട് ചോദിക്കുന്നു, എന്താണ് നിൻ്റെ വലത് കയ്യിൽ? അപ്പോൾ മൂസ ആ വലത് കയ്യിലുള്ള വടിയെക്കുറിച്ച് പറയുന്നു. അതെനിക്ക് ഊന്നാനുള്ളതാണ്, ആടിനെ മേക്കാനുള്ളതാണ്, അതിന് ഇലകളൊക്കെ അടിച്ച് വീഴ്ത്തി കൊടുക്കാനുള്ളതാണ്, അങ്ങനെ പല ഉപകാരങ്ങളും ഉള്ളതാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നു, അതിനെ നീ വിടുക. നീ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, നിനക്കുപകാരമുണ്ട് എന്ന് നീ കരുതുന്ന, നീ നിൻ്റെ വലത് കയ്യിൽ സുരക്ഷിതമാക്കിയിരിക്കുന്നത് എന്തൊക്കെ ഉണ്ട് അതൊക്കെ നീ വിടുക. അത് വിട്ടപ്പോഴാണ് മൂസാക്ക് അത് പാമ്പായിട്ട് മനസ്സിലായത്. നമ്മൾ എന്തിനൊക്കെയാണോ അവലംബിക്കുന്നത്, എന്തൊക്കെ നമുക്ക് ഉപകാരത്തിനെത്തുമെന്ന് കരുതുന്നുണ്ടോ, അതെല്ലാം ആ ഒരു ഘട്ടത്തിൽ നമുക്ക് പാമ്പായിട്ട് മനസ്സിലാകും. എല്ലാം നമുക്ക് ഭീതിപ്പെടുത്തുന്ന ഒന്നായിട്ട് മനസ്സിലാകും. അങ്ങനെ അള്ളാഹുവിനെ മാത്രം മൂസാക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരവസരമാണ്. അതാണ് ഇന്നനി അനല്ലാ എന്ന വാക്കിലൂടെ അള്ളാഹുവിനെ അനയായിട്ട് മൂസ അലൈഹി സ്വലാമിന് മനസ്സിലാകുന്ന ഒരു ഘട്ടത്തിൽ മൂസ കംപ്ലീറ്റ് അള്ളാഹുവിനെ മാത്രം കാണുന്ന ഒരവസ്ഥയിലാകുകയും അല്ലാത്ത എല്ലാം ഭീതിപ്പെടുത്തുന്ന ഒന്നായിട്ട് മൂസാക്ക് മനസ്സിലാകുകയും ചെയ്യും. അതിതിൻ്റെ ഒരു ഇഷാറയാണ്. അപ്പോൾ അള്ളാഹു മൂസ അലൈഹി സ്വലാമിനോട് വടിയുടെ കാര്യം പറഞ്ഞു, പിന്നെ കുറേ ആയത്തുകൾ കൊടുത്തു, ഫിറൗൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. ഇന്നഹു ത്വഗ, അവൻ അതിരുലംഘിച്ചവനാണ്. അപ്പോൾ മൂസ അലൈഹി സ്വലാം ദുആ ചെയ്യുന്നുണ്ട്, എനിക്ക് ഹൃദയവിശാലത നൽകണേ, എൻ്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ, അതുപോലെ നാവിൻ്റെ കെട്ടഴിച്ച് തരണേ, എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു ആളെ എനിക്ക് നീ ഏർപ്പെടുത്തി തരണേ സഹായിയായിട്ട്, അത് ഹാറൂൻ എൻ്റെ സഹോദരനെ ഏർപ്പെടുത്തി തരണേ എന്നൊക്കെ പറയുന്നു. അള്ളാഹു ആ മൂസ അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനകളൊക്കെ കേൾക്കുകയും മൂസ അലൈഹി സ്വലാമിനോട് പറയുന്നു, നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നാം മുമ്പും ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിനു മുമ്പും താങ്കൾ കുട്ടിയായപ്പോൾ മൂസ അലൈഹി സ്വലാമിൻ്റെ ഉമ്മ അദ്ദേഹത്തെ നദിയിലൊഴുക്കിയ കാര്യവും ഫിറൗനിൻ്റെ അടുത്തെത്തുന്ന കാര്യവും ഫിറൗൻ അദ്ദേഹത്തെ വളർത്തുന്ന കാര്യവും ഒക്കെ ഇവിടെ വിശദമായിട്ട് തന്നെ പറയുകയാണ്. അങ്ങനെ മൂസ അലൈഹി സ്വലാമിനോട് ഫിറൗൻ്റെ അടുത്തേക്ക് പോകാൻ പറയുന്നു. മൂസ അലൈഹി സ്വലാം പോകുന്നു, ഹാറൂനും പോകുന്നു, ഫിറൗനിനോട് സംവദിക്കുന്നു. ഞങ്ങൾ നിൻ്റെ റബ്ബിൻ്റെ മുർസലുകളാണ്, നിൻ്റെ റബ്ബിൻ്റെ ദൂതന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഫിറൗനോട് നിൻ്റെ റബ്ബിൻ്റെ ദൂതന്മാരെന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് നിങ്ങളുടെ റബ്ബ് എന്ന് ഫിറൗൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റബ്ബാരാണ് എന്ന് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റബ്ബുനല്ലദീ അഅതാകുല്ല ഷൈഇൻ ഖൽഖ, എല്ലാത്തിനെയും സൃഷ്ടിച്ച് അതിന് പ്രകൃതം നൽകി, സുമ്മ ഹദ, എന്നിട്ട് ഹിദായത്ത് നൽകിയവനാണ് റബ്ബ്. ഇങ്ങനെ മൂസ അലൈഹി സ്വലാമും ഫിറൗനും തമ്മിലുള്ള രസകരമായ സംഭാഷണം ഉണ്ടാകുന്നു. ആ സംഭാഷണത്തെ തുടർന്ന് ഫിറൗൻ ആളുകളോട് മൂസയെക്കുറിച്ച് വാണിംഗ് നൽകുന്നു. ഇതൊക്കെ ഒരൊറ്റ ദിവസം നടക്കുന്ന കാര്യമല്ല, ഒരുപാട് കാലഘട്ടം, ഒരുപാട് നാളുകൾ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞു പോകുന്നുണ്ട്. ഖുർആൻ അതൊന്നിച്ചൊരു സംഭവമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇന്ന് നടന്ന് നാളെ നടന്ന് അങ്ങനെയല്ല. മൂസയോട് പോകുന്നതും സംഭാഷണം നടത്തുന്നതും പിന്നീട് ഫിറൗൻ മൂസയെക്കുറിച്ച് പറഞ്ഞു പരത്തുന്നതിനൊക്കെ ദിവസങ്ങൾ എടുക്കുന്നുണ്ടാകും. അങ്ങനെയാണ് വെല്ലുവിളിക്കുന്നതും സാഹിര്യങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതും മൂസയും സിഹറുകാരും ഒരു മൈതാനത്ത് യൗമുസ്സീന, അലങ്കാരത്തിൻ്റെ ഈദിൻ്റെ ദിവസത്തിൽ അവർ ഒരുമിച്ച് ചേരുകയും അങ്ങനെ എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് മൂസ അലൈഹി സ്വലാം സാഹിര്യങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഇത് സിഹറല്ല, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്. അത് സാഹിര്യങ്ങൾക്ക് ബോധ്യപ്പെടുന്നു, അവർ വിശ്വസിക്കുന്നു, ഫിറൗൻ അവർക്കെതിരാകുന്നു. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വിശദമായിട്ട് തന്നെ ഇവിടെ പറയുകയാണ്. ആ സംഭവങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് ആദമിൻ്റെ ഖിസ്സ വളരെ ചെറുതായിട്ട് പരാമർശിക്കുന്നുണ്ട്. ആദമിനെ സ്വർഗത്തിൽ പാർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൽ ദൃഢനിശ്ചയം കണ്ടില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. സ്വബറിനെക്കുറിച്ചാണ് ഈ സൂറ ഒരുപാട് ഊന്നുന്നത്. അപ്പം അടിയുറച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ അടിയുറച്ച് നിൽക്കുക. ആദമിനെ പിശാച് എങ്ങനെയാണ് പറ്റിച്ചത് എന്നും ആ ഖിസ്സ ഇവിടെ ആവർത്തിക്കുന്നത് കാണാൻ കഴിയും. സ്വർഗത്തിൽ ആദമിന് വിശക്കേണ്ട, അവിടെ വസ്ത്രം വേണ്ട, അങ്ങനെയുള്ള യാതൊരു പ്രയാസവും അവിടെ ഇല്ല. പക്ഷേ ഒരു തെറ്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇതെല്ലാം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് ആദം മാറുന്നു. അള്ളാഹു ആദമിനോട് പറയുന്നുണ്ട്, ഇന്നലക്ക അല്ലാ തജുഅ ഫിഹ, അവിടെ നിനക്ക് വിശക്കാതെ നിൽക്കാം. വന്നക്കല്ലാ തൊളുമ ഉഫിഹ, അവിടെ ദാഹിക്കാതെ, വലാ തൊളുഹ, വെയിൽ കൊള്ളാതെ, അങ്ങനെയൊക്കെ നിൽക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ആയിട്ടും
പിശാചിൻ്റെ വസ്വാസിൽ ആദം വഴുതിപ്പോകുന്നു. ഒരു നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ സ്വബർ നഷ്ടപ്പെട്ട ഒരവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ പിശാചിൻ്റെ സംസാരം കേട്ട് ഫാക്കലാമിന്ന ഫബദത്തിലഹുമ സൗആത്തുഹുമ, അവർ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചു, അവർക്ക് അവരുടെ രഹസ്യഭാഗങ്ങൾ വെളിപ്പെട്ടു. അങ്ങനെ അവർ ജന്നത്തിലെ സ്വർഗത്തിലെ ഇലകൾ കൊണ്ട് അവരെ മറക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായി. അള്ളാഹു പറയുന്നത് അനന്തരം ഇതൊക്കെ സംഭവിച്ചിട്ടും ജിത്തബാഹു റബ്ബുഹു, റബ്ബ് അവനെ തെരഞ്ഞെടുത്തു, ഫതാബാലി അവൻ്റെ തൗബ സ്വീകരിച്ചു, വഹദ അവനെ നേർമാർഗത്തിലാക്കി. ഇങ്ങനെ പിശാചിൻ്റെ വഴികേട്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ തൗബയുണ്ട് എന്ന കാര്യം ഇവിടെ എംഫസൈസ് ചെയ്ത് പറയാണ്. അങ്ങനെ അള്ളാഹു പറയുന്നത് വമൻ അഅറളൻ ദിക്രി, എൻ്റെ ദിക്റിനെ തൊട്ട് പിന്തിരിയുന്ന ആളുകൾക്ക് ഫൈനലഹു മഈഷത്തൻ ലങ്ക, വളരെ ഇടുങ്ങിയ മഈഷത്താണ് അവർക്കുള്ളത്. അവർക്ക് യൗമുൽ ഖിയാമത്തിൽ അന്ധരായിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പോൾ അവർ ചോദിക്കും ലിമ ഹശർത്തനി അഅമാവകത് കുന്ത ബസീറ, നീ എന്താ ഞങ്ങൾ അന്ധരാക്കിയത്, ഞങ്ങൾക്ക് കാഴ്ച ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അള്ളാഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ ആയത്തുകളെ തള്ളുകയും കളവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്ധരായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. നിനക്ക് നമ്മളുടെ ആയത്തുകൾ വന്നിരുന്നു, അത്തത്ക ആയാത്തുന ഫനസീത്ത, അതിനെ നീ മറന്നു കളഞ്ഞു, അകദാലിക്കൽ യൗമ തുൻസ, അതുകൊണ്ട് ഇന്ന് നിന്നെ നാമും മറക്കുന്നു എന്ന് അള്ളാഹു പറയാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ആയാത്തുകളെ തള്ളരുതെന്നും വിസ്മരിക്കരുത് എന്നുമുള്ള ഉപദേശങ്ങൾ നൽകി. ഫസ്ബിർ അലാമ യഖൂലൂന വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിയ, നീ ക്ഷമ കൈക്കൊള്ളുക, അവർ എന്ത് പറഞ്ഞോട്ടെ, അള്ളാഹുവിന് തസ്ബീഹും ഹംദും ചെയ്യുക. ഏതൊക്കെ സമയത്താണ്? ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിയ, സൂര്യൻ ഉദിക്കുന്നത് മുമ്പും സൂര്യൻ അസ്തമിക്കുന്ന തൊട്ട് മുമ്പും. അമീൻ ആനാ ഇല്ലയിൽ, രാത്രിയുടെ സമയങ്ങളിലും. അതുപോലെ ഫസബ്ബി അത്റാഫൻ നഹാർ, പകലിൻ്റെ രണ്ടറ്റങ്ങളിലും, അതായത് ലുഹർ അസർ പകലിൻ്റെ രണ്ടറ്റം, രാത്രിയിലെ യാമങ്ങളെന്ന് പറഞ്ഞത് ഇഷ, അതുപോലെ ഖബ്ല തുലൂഇ ശംസി ഖബ്ല ഗുറൂബിഹ എന്ന് പറഞ്ഞത് സുബഹിയും മഗ്രിബും. ഇങ്ങനെ ഈ സമയത്തുള്ള നിസ്കാരം നീ മുറപ്രകാരം നിർവഹിക്കുക എന്ന ഒരു കൽപ്പന നൽകുകയും വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്, നിസ്കാരം നിൻ്റെ അഹിലുകാരോട് നീ കൽപ്പിക്കുകയും വസ്തബിർ അലൈഹ, അതിൽ ക്ഷമാപൂർവ്വം ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നല്ലാഹു പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കൽപ്പനകൾ അള്ളാഹു നൽകുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, കുല്ലും മുത്തറബിസും ഫത്തറബസും, എല്ലാവരും കാത്തിരിക്കുന്നവരാണ്, നിങ്ങളും കാത്തിരിക്കുക. ഫസതഅലമൂന മൻ അസ്ഹാബു സിറാത്തി സവി വമൻ ഹിത്തദ, ആരാണ് സന്മാർഗികളെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും എന്ന താക്കീതോടുകൂടെയാണ് ഈ സൂറ അവസാനിക്കുന്നത്. ഇതോടെ ഈ ജുസ് അവസാനിക്കുകയാണ്. 17-ാമത്തെ ജുസ് അടുത്ത ഭാഗത്ത് വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.